ബിഗ് ബോസ് സീസൺ 7 ലക്ഷ്മി ഇല്ല, എവിക്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഒരു കണ്ടസ്റ്റൻ്റ് എവിക്റ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ വോട്ടില്ലാത്ത വിഷയം തന്നെയാണ്. ഓക്കെ, അതൊരു പ്രോസസ്സായിട്ട് തന്നെ എടുക്കുന്നത്. ഇത് ഞാൻ വേറെ കാര്യമായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. ഇപ്പം എന്താണെങ്കിലും ഇന്നലെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ലക്ഷ്മി പുറത്തിറങ്ങിയപ്പോൾ. ഇല്ല, അപ്പോൾ ഈ ബിഗ് ബോസിൽ ഞാൻ ആ ഒരു ട്രെൻഡ് കണ്ടിട്ടുള്ളത്, അതായത് പുറത്തിറങ്ങുന്ന കണ്ടസ്റ്റൻസ് അവർ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ഒരു ടാഗോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു വൈറൽ സാധനമോ കുറച്ച് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നൊരു പരിപാടി ഈ സീസണിൽ നമുക്ക് ഭയങ്കര വിസിബിളാണ്. ബിഗ് ബോസ് ലെജൻഡ്, ലേഡി ബിഗ് ബോസ് ഇല്ല, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ. ഇനിയിപ്പോൾ നെവിൻ പുറത്തിറങ്ങുമ്പോഴൊക്കെ അങ്ങനത്തെയൊക്കെ കുറേ അവർക്കൊക്കെ കുറച്ച് പെർട്ടിക്കുലർ കാര്യങ്ങളുണ്ട്. ഒക്കെ ഓരോ സാധനങ്ങൾ. ഇപ്പോൾ അനീഷിന് സുപ്രഭാതം, ബിഗ് ബോസ് സുപ്രഭാതം, അങ്ങനെ കുറച്ച് ഹുക്ക്. ഇപ്പോൾ ഡാൻസിലൊക്കെ ഹുക്ക് സ്റ്റെപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഹുക്ക് സാധനം എന്താണെന്നുണ്ടെങ്കിലും ഈ സീസൺ മുതൽ ഇനി നമുക്ക് കാണാൻ പറ്റും തോന്നുന്നു. അടുത്ത സീസണിലൊക്കെ ഓരോരുത്തർ ഇനി ഇത് പറയാൻ വേണ്ടി പഠിച്ചു വരും. ഇപ്പോൾ ഒരു ഓർഗാനിക് ആയിട്ടുള്ള സാധനമായത് പിന്നെ അങ്ങോട്ട് അവരവരുടെ ഒരു ടാഗ് ലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ ഇനി മുതൽ ബിഗ് ബോസ് അടുത്ത സീസണൊക്കെ ഇതിന് വേണ്ടി പഠിച്ചു വരുന്നൊരു സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും. ഇത് കോണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലക്ഷ്മി അതിനകത്തുള്ളപ്പോൾ ഈ ഇല്ല പറഞ്ഞ സമയത്ത് വീട്ടിൽ കയറ്റുമോ അവരെ ചോദിക്കുമ്പോൾ ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ അത് ലക്ഷ്മി തന്നെ പല സമയങ്ങളിൽ അത് മാറ്റി മറിച്ചുമൊക്കെ അതിനകത്ത് പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട്. പുറത്തിറങ്ങിയ ലക്ഷ്മി വീണ്ടും അത് ചോദിക്കുന്ന സമയത്ത് ഇല്ല തന്നെയാണ് വീണ്ടും പറഞ്ഞിട്ടുള്ളത്. പറയണ്ടായി അത് അതിലെ നൂറേയും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറയണ്ടായി. ശേഷം അത് മാറ്റി പറയുന്ന പോലെ തോന്നി. അതെ അതെ, ഫാമിലി അവിടെ വന്ന സമയത്ത് വീണ്ടും സിറ്റ് ഔട്ടിൽ ഇരുത്താന്നൊക്കെ പറഞ്ഞിട്ട് പറയണേ. ശരിക്കും അത് ഒരു തെറ്റായി പോയെന്ന് തോന്നിയേ പിന്നീട്. ആദിലയുടെ കൂടെ ഇരുന്ന് യു ആർ ഓൾവേസ് വെൽക്കം എന്ന് പറഞ്ഞ ആളാണ് വീണ്ടും ഇവിടെ എത്തിയിട്ട് മാറ്റിയില്ല എന്ന് പറയുന്നത്. കാരണം പുറത്ത് ഇല്ല വൈറലായി, ആ ഇല്ല കാരണമാണ് ഇത്രയും ദിവസം അതിനകത്ത് നിന്നെന്നുള്ളത് തിരിച്ചറിഞ്ഞപ്പോഴായിരിക്കണം മേ ബി ഇല്ല എന്നുള്ള സംഗതിയിൽ വീണ്ടും പിടിച്ചത്. ഓക്കെ, പക്ഷെ നമ്മളെ കോണ്ടന്റ് അതല്ല. നമ്മൾ പറയാൻ പോകുന്നത്, ഇതിനിടയിൽ ലക്ഷ്മി റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് ഒരു റിപ്ലൈ വീഡിയോ ആയിട്ട് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു, കസിൻ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവർക്ക് FIRൻ്റെ കോപ്പി വെച്ചിട്ട് തന്നെ ഒരു പ്രോപ്പർ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, ലക്ഷ്മി പുറത്തിറങ്ങട്ടെ, എന്നിട്ട് ലക്ഷ്മി ഈ കാര്യത്തിൽ സംസാരിക്കുമ്പോൾ മാത്രമേ ഇനി ഞാൻ സംസാരിക്കൂ. ഓക്കെ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മി ഇന്നലെ ബിഗ് ബോസിന് ഇറങ്ങിയ സമയത്ത് അഞ്ജന നമ്പ്യാർക്ക് കൊടുത്ത ഇൻ്റർവ്യൂക്കകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കാം. ലക്ഷ്മി ഡിവോഴ്സ് ആയോ? ആയിട്ടില്ല. ഓക്കെ, ലീഗലി ഡിവോഴ്സിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുവാണ്. ഓക്കെ, ഡിവോഴ്സ് ആയിട്ടില്ല, ലീഗലി ഡിവോഴ്സിൻ്റെ പ്രൊസീജിയേഴ്സ് നടക്കുകയാണ്. യെസ്, അതെ, ഇല്ല എന്നല്ലല്ലോ പറഞ്ഞത്. അതെ, ലീഗലി പ്രൊസീജിയേഴ്സ് നടക്കുകയാണ് ഡിവോഴ്സിന് വേണ്ടിയുള്ള. ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ഇട്ട വീഡിയോയിൽ ലക്ഷ്മിയുടെ ഹസ്ബൻഡിൻ്റെ ക്ലെയിം എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, അവർ തമ്മിലൊരു ഡിവോഴ്സ് പ്രൊസീജിയേഴ്സ് മുന്നോട്ട് പോകുന്നില്ല, അവർ തമ്മിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് പോവുകയാണ്. നമ്മളെന്തോ പോയി കച്ചറ ഉണ്ടാക്കി, ബിഗ് ബോസിൻ്റെ ടീം എന്തോ വലിയ വിഷയം ഉണ്ടാക്കി എന്നൊക്കെയാണ് ഹസ്ബൻഡിൻ്റെ ഒരു ക്ലെയിം ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ FIR ഇട്ടതോടുകൂടി അത് പൊളിഞ്ഞു പോയി. പിന്നെ അവൻ ഓടിയ കണ്ടത്തിൽ പുല്ലുപോലും മുളച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഫെയിമിന് വേണ്ടിയിട്ടാണോ അതോ ഇനി ലക്ഷ്മിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതേപോലെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു PR അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് കാണും, ഇങ്ങനെ വീഡിയോ ഇട്ട് ഇപ്പോൾ സപ്പോർട്ടായിട്ടൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ കേസും കാര്യങ്ങളും കൊടുക്കാനുള്ള പൈസയൊക്കെ ലക്ഷ്മി ഒന്ന് മാറ്റിത്തരും അലിവ് തോന്നിയിട്ട്. അതിനു വേണ്ടി ചെയ്ത കുരുട്ട് ബുദ്ധിയാണോ ഒന്നും അറിയാൻ പാടില്ല. അവൻ എന്താണെങ്കിലും തേഞ്ഞു ഒട്ടി. ഇതൊക്കെ ഡയലോഗായിരുന്നു വീഡിയോയിൽ വന്നിട്ട്. അരി കാറ് നമ്മളെ അഞ്ഞത്തേക്കായിരുന്നല്ലോ കുഴിബോംബ് പൊട്ടിക്കാൻ നോക്കി, ലാസ്റ്റ് ആറ്റം ബോംബ് പൊട്ടിയിരിക്കുന്നുണ്ടാവും എവിടെയെങ്കിലും ഒരു സൈഡിൽ. ഓക്കെ, അപ്പോൾ ലക്ഷ്മി ക്ലിയറാണ് ലക്ഷ്മിയുടെ സ്റ്റാൻഡ്. ലക്ഷ്മിക്ക് ആ വ്യക്തിയുമായിട്ടുള്ള ഒരു തരത്തിലുള്ള കൊളാബറേഷൻസിനോടും താല്പര്യമില്ല. പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തിട്ട് തന്നെയാണ് ലക്ഷ്മി വീട്ടിലവിടെ നിൽക്കുന്നതെന്നുള്ളത് പറയുന്നുണ്ട്. എന്തോ വനിതാ കമ്മീഷൻ്റെ അടുത്ത് കേസ് പോയി, അങ്ങനെയൊക്കെ നമ്മൾ പുറത്ത് കേൾക്കുന്നുണ്ട് പല സംഭവങ്ങൾ. സോ അതിലെന്തെങ്കിലും ഫാക്ട് ഉണ്ടോ? ഉണ്ട്. പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഞാനിത് പറയാൻ തന്നെ കാരണം, ഇവിടെ ഏറ്റവും വലിയ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് വന്നൊരു സാധനം, ലക്ഷ്മിയുടെ മകനെ അകത്ത് കയറ്റാൻ പറ്റിയില്ല. ലക്ഷ്മി കണ്ടു മോനെ, ലക്ഷ്മി കൺഫെഷൻ റൂമിൽ മോനെ കണ്ടു. അപ്പം നമുക്ക് അകത്ത് കയറ്റാൻ പറ്റില്ല. സ്വാഭാവികമായി ഒരു ഡിവോഴ്സ് കേസ് നടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് തന്നെയുള്ള, കാരണം ലക്ഷ്മി ഓഡിഷന് വന്ന തന്നെ നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ കൺസെന്റ് വേണം, ലക്ഷ്മിയുടെ അങ്ങനെ ഒരുപാട് കൺസെന്റ് വേണം. അങ്ങനെ നമുക്ക് ലീഗലി അത് കിട്ടിയില്ല. ലാസ്റ്റ് മൊമെന്റ് നമുക്കത് കയറ്റാൻ പറ്റിയില്ല.
ശരിയാണ്. ഇതിൽ ലക്ഷ്മിക്ക് ഒരു ക്ലാരിറ്റി കുറവില്ല. കാരണം ഞാനിത് വീണ്ടും ചോദിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ഒരുപാട് ലക്ഷ്മിയുടെ ഫാമിലി ഒരുപാട് ഇത് പറയുന്നു, ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ഒരുപാട് വീഡിയോസ് ഇടുന്നു. റിയലി അപ്പം എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ആ സൈഡിൽ നിന്ന് വേണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേഷന്റെ കാര്യമായിട്ട് ഒന്നും അവിടുന്ന് ഒരു ഹെൽപ്പും വേണ്ടായിരുന്നു. ഹസ്ബൻഡിന്റെ ഒരു ഹെൽപ്പ് വേണ്ടെന്നല്ല, ഐ നെവർ വാണ്ടഡ് ഹിം ടു പുട്ട് ഓൺ എനി വീഡിയോ അബൌട്ട് I never want him to put any video on me. ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളതിനേക്കാൾ ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിൽ. ബിഗ് ബോസിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഈ ഒരു പെർട്ടിക്കുലർ ചോദ്യം, ഡിവോഴ്സ് അല്ലെങ്കിൽ ഹസ്ബൻഡ് കുട്ടിയെ ആ ഒരു സാധനം മൊത്തം ചോദിക്കുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് കമൻറ്റ് ബോക്സ് പോയി നോക്കിയാൽ അറിയാം ഇതെന്തിനാണ് ഇവിടെ ഇപ്പോൾ ഇത് ചോദിക്കുന്നത്, അങ്ങനെ ഇങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഈ കമൻ്റ് ഇട്ട ഓരോരുത്തരും ആയിരിക്കണം, ഓക്കെ? അല്ലെങ്കിൽ വേറെ ആൾ പറഞ്ഞത് ഇവർ എൻഡോസ് ചെയ്തിരിക്കണം, ചാനലിനെതിരെയും ചാനലിലെ ഓരോ ആളുകൾക്കെതിരെയും എൻ്റെ മോൾ ഷൈനിയും ഏഷ്യാനെറ്റിനെയൊക്കെ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിയെ കാണിച്ചില്ല, അല്ലെങ്കിൽ അതിൻ്റെ റീസൺ പ്രോപ്പറായിട്ട് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു അതിക്രൂരമായിട്ടുള്ള അറ്റാക്ക് ചാനലിനെതിരെ ഷോക്കെതിരെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇതേ ആളുകൾ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ വേറെ ആര് പറഞ്ഞത് ഇവർ എൻഡോസ് ചെയ്തിരിക്കണം, ഓക്കെ? അവരിപ്പോൾ വന്നിട്ട് പറയും ഇതൊന്നും ചോദിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഒന്നും വേണ്ട ഇതിന്. എന്തുകൊണ്ട് കുട്ടിയെ കയറ്റില്ല എന്നുള്ളതിന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണ്ടേ? ഇത് ലക്ഷ്മി എടുത്ത് ചോദിച്ചാലേ ഒരു ക്ലാരിറ്റി കിട്ടൂ. ഇപ്പോൾ ചാനലിൽ വന്നൊരു ക്ലിയർ ക്ലാരിറ്റി കിട്ടിയോ? അപ്പോൾ അത് ഈ ഇൻ്റർവ്യൂവിൽ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയല്ലേ. ഇറലവൻറ്റ് ക്വസ്റ്റ്യൻ ഒന്നും അല്ലല്ലോ, റെലവൻറ്റ് ക്വസ്റ്റ്യൻ. അവർ പ്രോപ്പറായിട്ട് അത് ഡയറക്റ്റായിട്ട് ചോദിച്ചു. ബിക്കോസ് അവർക്കെതിരെ വന്നൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ചാനലിനെതിരെ, ചാനലിൻ്റെ ഈ ഷോ റൺ ചെയ്യുന്നവർക്കെതിരെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ ആയിരുന്നു. മറ്റേ 2 ജെൻഡർ സ്ക്വാഡ് അടക്കമുള്ള ടീമുകൾ ഇരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഉളുപ്പില്ലാത്തവരെ അന്ന് ചെയ്തിട്ട് ഇന്നിപ്പോൾ ലക്ഷ്മി തന്നെ വന്ന് പറയുന്നു പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ട്, വനിതാ കമ്മീഷനിൽ കേസുണ്ട്, കുട്ടിയെ കാണിച്ചിട്ടുണ്ട്, ഹസ്ബൻഡിന് ഒരു രീതിയിലുള്ള ഹസ്ബൻഡിൻ്റെ വീഡിയോ സപ്പോർട്ടോ സാധനങ്ങളോ എനിക്ക് വേണ്ടെന്നൊക്കെ പറയുമ്പോൾ അന്ന് പറഞ്ഞ സംഗതികൾ ചാനലിനെതിരെയും ബാക്കി എനിക്കെതിരെ എൻ്റെ വീട് ചാനലിനെതിരെയും ബാക്കിയുള്ളവർക്കെതിരെയും പറഞ്ഞ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ പറഞ്ഞതിൽ മോശമായിപ്പോയി തെറ്റായിപ്പോയി എന്ന് പറയാനുള്ളൊരു അതിനുള്ളൊരു സംഗതി നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. കാരണം അതില്ലാത്തവന്മാരാണ് നിങ്ങളെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് ചോദിക്കുന്നില്ല. പക്ഷെ എന്നാലും ഉളുപ്പില്ലാത്ത ഐറ്റങ്ങളോട് ഒരു ചോദ്യം ആണുണ്ടോളേ. ചാനൽ അവിടെ കാണിച്ചിട്ടുണ്ട് കുട്ടിയെ. പിന്നെ ഇത്രയും പ്രശ്നങ്ങളുള്ള സമയത്ത് ഞാൻ വീണ്ടും പറയുന്നു, ഏഷ്യാനെറ്റോ എൻ്റെ മോൾ ഷൈനൊന്നും ചെറിയൊരു ഏതെങ്കിലും ഒരു ലോക്കൽ സെറ്റപ്പിൽ നടന്നു പോകുന്ന പരിപാടിയാണോ? അല്ല. അപ്പോൾ ഒരു കണ്ടസ്റ്റൻ്റ് എടുക്കുന്ന സമയത്ത് ആ കണ്ടസ്റ്റൻ്റ് ഓൾറെഡി അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് ഇൻ്റർവ്യൂസിലൊക്കെ ഫൈനൽ ഇൻ്റർവ്യൂസിലൊക്കെ അയാളുടെ ലൈഫിനെ കുറിച്ച് പറഞ്ഞു കാണും, ഇവർ പുറത്തത് അന്വേഷിച്ച് കാണും. ആൻഡ് കുട്ടിയെ കൊണ്ടുവരുന്നൊരു സീനാരിയോ വരുന്ന സമയത്ത് വീണ്ടും അവരിത് റീചെക്ക് ചെയ്യും. ഇത്രയും പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടേ ഒരു ചാനൽ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യൂ, ഓക്കെ? അങ്ങനെ ചെയ്തിട്ടാണ് അവർ ആ തീരുമാനം എടുത്തത്. ഇവിടെ കിടന്ന് എന്തൊക്കെയായിരുന്നു, ലക്ഷ്മിയുടെ കസിൻ ബ്രദർ എന്ന് പറഞ്ഞൊരു ചെക്കൻ വന്നിരുന്ന് എന്തൊക്കെയോ ആയി തോന്നിയത് വിളിച്ച് പറയുണ്ടായിരുന്നു. അവരൊക്കെ അതൊന്നും ഒരു വാലും തുമ്പുമില്ല. ഞാൻ മീഡിയക്കാരോട് അന്ന് അവൻ്റെ ബൈറ്റ് എടുക്കാൻ പോയ മീഡിയക്കാരോട് വെച്ചപ്പോൾ പറയാം, സായി ഞങ്ങൾ കുറേയൊക്കെ ഇടാതിരുന്നത്, അത് ഇട്ട് കഴിഞ്ഞാൽ അവൻ എയറല്ല ശൂന്യാകാശമല്ല അടുത്ത ഗാലക്സി പോകും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൻ വിളിച്ചു പറഞ്ഞതെന്നൊക്കെ ഉള്ളത്. അപ്പം ഇങ്ങനെ വാലും തുമ്പും അന്തവും ബുദ്ധിയില്ലാത്ത ആളുകളെ കൊണ്ട് സത്യത്തിൽ അങ്ങനത്തെ സ്കീമാണ് ലക്ഷ്മിക്ക് പണി കിട്ടിയത്. അല്ലാതെ ആദിലാനോറെ പറഞ്ഞ സ്കീമൊന്നുമല്ല. ഇങ്ങനെ പുറത്തുനിന്നുള്ളൊരു ഇമ്മൻസ് പ്രഷറും ഇവന്മാരുടെ ഈ പറഞ്ഞ ഒരുമാതിരി ആളുകളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ലക്ഷ്മിയുടെ പരിപാടികൾക്ക് തടസ്സം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ചാനലിൻ്റെ സൈഡിൽ നിന്ന് കാര്യങ്ങൾ ക്ലിയർ ചെയ്തു. ലക്ഷ്മിയുടെ ക്ലിയർ കട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. പുറത്ത് വന്ന് 10 ആളെ വർത്താനം കേട്ട് മാനിപ്പുലേറ്റ് ആയിട്ട് ഇനി ലക്ഷ്മി വല്ല ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴോ വേറെ സ്ഥലങ്ങളിൽ സംസാരിക്കുമ്പോഴോ മേ ബി പറഞ്ഞതൊക്കെ മാറ്റി പറയാം, അല്ലെങ്കിൽ പലരും സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയുള്ള സംസാരങ്ങൾ സംസാരിക്കാം. പക്ഷേ അവിടെ ലക്ഷ്മി ഫ്രഷാണ്. ഏഷ്യാനെറ്റിൻ്റെ ഇൻ്റർവ്യൂവിൽ ഇറങ്ങിയ സമയത്ത് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ലക്ഷ്മി ഫ്രഷാണ്. ലക്ഷ്മിയുടെ തലയിൽ ബാക്കി മാനിപ്പുലേഷൻസ് ഇല്ല, ബാക്കി ആളുകളെ സേവ് ചെയ്യണം എന്നുള്ളൊരു സംഗതിയില്ല, ഒന്നുമില്ല. ക്ലിയർ കട്ട് വേർഷൻസ് ആണ് ലക്ഷ്മി പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആവശ്യത്തിൽ കൂടുതൽ വീഡിയോസ് ഉണ്ട് റിയലി. അതായത് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് പറഞ്ഞു കുട്ടിയകത്ത് കയറ്റാൻ എനിക്ക് കൺസെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊരു ലീഗൽ ഇഷ്യൂ ആണ്. നമുക്ക് ഈ ഒരു സാധനം പ്രോപ്പറായിട്ട് കൺസെൻറ്റോ കാര്യങ്ങളോ ഇല്ലാതെ കയറ്റാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ലക്ഷ്മിയുടെ ബ്രദർ ഉണ്ടായിരുന്നു. ലക്ഷ്മിയുടെ ബ്രദർ ആവശ്യത്തിൽ കൂടുതൽ വീഡിയോസ് വേറെ ഇടുന്നുണ്ട്, പുള്ളിക്കകത്ത് കയറ്റാൻ പറ്റില്ല. പക്ഷേ ലക്ഷ്മിക്ക് എന്താ തോന്നുന്നത്, ലക്ഷ്മിയുടെ 2 വയസ്സായ കുട്ടിയെ നമ്മൾ ഒറ്റയ്ക്ക് പുറത്ത് നിർത്തും? ഇല്ലല്ലോ. ഇല്ല. ഈതർ അമ്മയുടെ കൂടെ നിർത്തണം അല്ലെങ്കിൽ ബ്രദറിൻ്റെ കൂടെ നിർത്തണം, അല്ലേ? സോ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ ബ്രദർ പുറത്ത് നിന്നതിൽ? ബ്രദർ പുറത്ത് നിന്നതിൽ തെറ്റൊന്നുമില്ല. ബട്ട് ഹി ഹാഡ് പ്രോബ്ലം. ലക്ഷ്മി കുട്ടിയെ കാണാതെ വിഷമം വന്നു. നമ്മൾ ലക്ഷ്മി കുട്ടിയെ കാണിച്ചതാണ്. കാണിച്ചു.
എനിക്ക് ടോപ്പിക് പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. ഐ നെവർ വാണ്ടഡ് ടു ഡിസ്ക്ലോസ് ഇറ്റ് ഇൻ ദിസ് വേ ഓൾസോ. അല്ല, ഇത് ഞങ്ങളല്ല ഡിസ്ക്ലോസ് ചെയ്തത്. മനസ്സിലായി. We never wanted to disclose it. ബ്രദർ വീഡിയോ ഇട്ടിട്ടുണ്ടാവും, ഹസ്ബൻഡ് അതിന് റിയാക്ഷൻ വീഡിയോ അങ്ങനെ. അല്ല, ഹസ്ബൻഡാണ് ആദ്യം വീഡിയോ ഇട്ടത്. എൻ്റെ മദർ ഇൻ ലോയും എൻ്റെ ബ്രദറും ഒക്കെ കൂടെ അവിടെ നിന്ന് കുട്ടിയെ കാണാതെ കുട്ടിക്ക് ഭയങ്കര വിഷമമായതായി. ലക്ഷ്മി മോനെ കണ്ടു, മോൻ ലക്ഷ്മിയും കണ്ടു ആണല്ലോ. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം ഫെയർ സാധനങ്ങൾ ചെയ്തില്ലേ. ബ്രദർ നമ്മുടെ ഓഡിഷൻ അറ്റൻഡ് ചെയ്ത ആളാണ്. ബ്രദർ ഒരു ബിഗ് ബോസ് ഹൗസിൽ കയറാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ അവൻ അകത്തോട്ട് കയറാത്തപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു. ഇൻ ഫ്യൂച്ചർ ഇഫ് ഹീസ് ബിക്കമിങ് കണ്ടസ്റ്റന്റ്, ഒരിക്കൽ അകത്ത് വന്നാൽ ഈ വീട്ടിൽ പിന്നെ കയറാൻ പറ്റത്തില്ല എന്നല്ലേ റൂൾ. സോ ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് ഹി ഡിഡ്ന്റ് കം ഇൻസൈഡ്. നമുക്ക് ഒറ്റ കാരണം കൊണ്ട് നമുക്ക് പുള്ളി അകത്ത് കയറ്റാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ലക്ഷ്മിയുടെ മോൻ വളരെ ചെറുതാണ്. അത്രയും ചെറിയൊരു കുട്ടി പുറത്ത് ആരും നോക്കും? ഒറ്റയ്ക്ക് മണിക്കൂറുകളാണ് അമ്മ അകത്ത് നിന്നത്. അപ്പോൾ നമുക്ക് പുറത്ത് മോനെ നിർത്തുക എന്നുള്ളത്, ലക്ഷ്മി അതിൻ്റെ കൂടെ ഡു യു ജോയിൻ വിത്ത് മീ ഓർ മോനെ ഒറ്റയ്ക്ക് നോക്കിയിട്ട് അകത്ത് കയറ്റിയെന്ന് പറഞ്ഞാൽ ലക്ഷ്മിക്ക് അകത്ത് സമാധാനം ഉണ്ടാവില്ല. ബ്രദർ നിന്നലോട് തന്നെയാണ് എനിക്ക് ഓക്കെ ആക്ടർ തന്നെയാണ്. എടാ ചെക്കാ, ലക്ഷ്മിയുടെ കസിൻ നീ എന്തൊക്കെയാണ് അടിച്ചു വിട്ടതെന്ന്. മണിക്കൂറോളം കുട്ടിയെ മാറ്റി കൊണ്ടുപോയി, അവനെ വേറെ നിർത്തി, കുട്ടിയെ വേറെ കൊണ്ടുപോയി. കൺഫെഷൻ റൂമിൽ ലക്ഷ്മിയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. പിന്നെ ഇവന് ബിഗ് ബോസിനകത്ത് കയറാൻ താല്പര്യം ഉണ്ടായിട്ട് പിന്നാലെ നടക്കുന്ന ഒരാളാണെന്നുള്ളതൊക്കെ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. വാട്ട് എവർ, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കിട്ടട്ടെ അവൻ ഇനി ഫ്യൂച്ചറിൽ. ഇപ്പം അവൻ കയറാതിരുന്നത് നന്നായി, കാരണം ഇനി ഫ്യൂച്ചറിലില്ലെങ്കിൽ അവൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഇൻ്റർവ്യൂ. അതൊക്കെ ഒരാൾക്ക് കിട്ടുന്നത് ലൈഫിലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിന് വേണ്ടി ട്രൈ ചെയ്യുക, കിട്ടുക, അതൊക്കെ ഫൈൻ. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ള ഒരാളാവുമ്പോൾ കുറച്ചും കൂടി ഒരു മെച്യൂർ സാധനം പാലിക്കേണ്ടിയിരുന്നു. മനസ്സിലായി? കുറച്ചും കൂടി ഒരു മെച്യൂർ ഫേസിൽ ആ സാധനങ്ങൾ ഡീൽ ചെയ്യേണ്ടിയിരുന്നു. അവൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര ഇമ്മെച്യൂർ ആയിട്ടുള്ള ഒരു വേ ഓഫ് പ്രസൻറ്റേഷനാണ് അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. ഒരാളിൻ്റെ ചോട്ടിൽ പോയി ഇരുന്നിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ബോധി തലക്കടിച്ചാണോ എന്നറിയാൻ പാടില്ല. എന്താണെങ്കിലും അങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് എന്തായി, കുറേ അവനും നെഗ് കിട്ടി. ലക്ഷ്മി പറഞ്ഞപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് വീണ്ടും അവന് നെഗ് കിട്ടും. എന്താണെങ്കിലും ഞാൻ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ക്ലിയറാണ്. ഞാൻ എൻ്റെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. ഞാൻ ഈ ഇല്ല മാറ്റി പറയുന്ന പോലെയൊന്നുമല്ല. എൻ്റെ പിള്ളേരെ തൊട്ടാണ് ഞാൻ അന്ന് പറഞ്ഞത്. അവരെ എനിക്ക് പേഴ്സണലി അറിയുന്ന ആളുകളാണ്. അവരുടെ ജേണി എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം എൻ്റെ റിവ്യൂസിൽ നിങ്ങൾ പോയി നോക്കിയാൽ മതി. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിലാണെങ്കിൽ പോലും ആദിലോ നോറയോ എനിക്ക് പേഴ്സണലി സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു ഫേസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അവർ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത, എല്ലാവരെയും പറയുന്ന പോലെ തന്നെ ഞാൻ അവരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നോക്കുന്ന സമയത്ത് ലക്ഷ്മി പറഞ്ഞത് എൻ്റെ ഐഡിയോളജി അല്ലെങ്കിൽ ഞാൻ കീപ്പ് ചെയ്യുന്നൊരു പ്രോഗ്രസീവ് മൈൻഡിന്, ഞാനൊരു പ്രോഗ്രഷനുള്ള ആളല്ല എന്നാണ് മനസ്സിലായത്. ഞാൻ അങ്ങനെ എക്സ്ട്രീം പ്രോഗ്രഷനുള്ള ആളല്ല. പ്രോഗ്രസീവ് ആകാൻ ശ്രമിക്കുന്ന, സൊസൈറ്റി മാറുമ്പോൾ ഒപ്പം മാറാൻ ചിന്തിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നോക്കുമ്പോൾ നമുക്കറിയാവുന്ന സ്ട്രഗിൾ, എനിക്ക് അവരുടെ ജേണി അറിയാവുന്ന ഒരാളാണ്. സൊസൈറ്റീൻ്റെ മുന്നിൽ ഇത് നോർമലൈസ് ചെയ്യരുത്. ആരെ നോർമലൈസ് ചെയ്ത് വിട്ടെ? അവർ കോടതിയിൽ നിന്ന് വേർഡിക്റ്റ് മേടിച്ചിട്ട് ഒപ്പം ജീവിക്കുന്നത്. അപ്പോൾ ആരാണ്? ഇവിടുത്തെ ഇന്ത്യൻ നിയമമാണ് അവരെ ഒപ്പം ജീവിക്കാൻ വിട്ടത്. അപ്പോൾ ഇന്ത്യൻ നിയമമാണ് അവരെ നോർമലൈസ് ചെയ്തത്. അതിനെ വെല്ലുവിളിച്ച് രണ്ടുപേരെ ഭയങ്കര മോശമായിട്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പേരിലാണ് എനിക്ക് ദേഷ്യം വന്നത്. ഓക്കെ, ഐ നെവർ റിഗ്രറ്റ് അങ്ങനെ ഒരു സംഗതി. ഇപ്പോൾ എൻ്റെ ക്ലോസ് ഫ്രണ്ട് സർക്കിളിൽ അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്കാണ് അങ്ങനത്തെ ഒരു ഹിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ വിൽ പ്രൊട്ടക്റ്റ്. ആ പ്രൊട്ടക്ഷനെ ഞാൻ ചെയ്തത്. നിങ്ങളെങ്ങനെയാണോ ലക്ഷ്മിയെ പ്രൊട്ടക്ട് ചെയ്തത്, ഞാൻ അതേപോലെ ആദിനാനോറയുടെ കേസിൽ ഞാൻ പ്രൊട്ടക്ട് ചെയ്തു. ഞാൻ എവിടെയും വന്നിട്ട് ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോയ ഒരു സംഗതിയായിരുന്നു. പക്ഷെ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് വീണ്ടും അവിടെ വന്നിട്ട് വലിയ പുണ്യാളിനെ പോലെ വീഡിയോ ഇട്ടപ്പോഴാണ് എന്നെ പ്രൊവോക്ക് ചെയ്തത്. ഓക്കെ, വീണ്ടും ഞാൻ വന്നിട്ട് ക്ലിയർ കട്ടായിട്ട് FIR അടക്കട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അപ്പോഴും നമുക്കത് അറിവിളി കാറിലെ കോടതി, അരിവാങ്ങൽ, എന്തൊക്കെ ഡയലോഗായിരുന്നു. ലാസ്റ്റ് 2 ജെൻഡർ സ്കോഡും ഇട്ടിട്ട് പോയി. കാരണം മാറ്റി പറഞ്ഞു ലക്ഷ്മി അതിനകത്തുനിന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞു അതൊരു പഠിച്ചു വന്ന സാധനമാണ്. ലക്ഷ്മി തന്നെ ആ കഴിഞ്ഞ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടായിരുന്നു, പഠിച്ചു വന്നൊന്നും അവിടെ നേരെ നിൽക്കില്ല. ഇറ്റ്സ് എ ഫാക്ട്. പഠിച്ചു പോയിട്ടൊരു കാര്യമില്ല. ഓർഗാനിക്കായിട്ട് മാറും നമ്മളൊരു 2 ആഴ്ച കൊണ്ട്. ആ ഓർഗാനിക്കായിട്ട് ലക്ഷ്മി മാറിയത് നമ്മൾ പിന്നെ കണ്ടു, കാര്യങ്ങൾ മാറ്റി പറഞ്ഞത് കണ്ടു. ഇനി മേ ബി പുറത്തിറങ്ങിയിട്ട് മേ ബി മാനിപ്പുലേറ്റഡ് ആവാം ലക്ഷ്മി. അല്ലെങ്കിൽ ലക്ഷ്മി എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് മനസ്സിലായിടത്തോളം അവർ ഓർഗാനിക് ആണെങ്കിൽ അവർക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. മാനിപ്പുലേറ്റഡ് ആയാൽ പിന്നെ അവർക്ക് സ്റ്റാൻഡില്ല. അതെല്ലാ മനുഷ്യൻ്റെ അവസ്ഥ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്നെ തെറി വിളിച്ചവർ പോട്ടെ, കാരണം നമുക്ക് തെറിവിൾ എപ്പോഴും കിട്ടുന്നതാണ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് 100 കണക്കിന് ആളുകളുടെ മാനിപ്പുലേഷനിൽ പെട്ടിട്ട് എന്നെ വന്ന് ചീത്ത പറഞ്ഞു പോകുന്നവരുണ്ട്. അവരൊക്കെ ഞാൻ ഒഴിവാക്കി, കാരണം അതൊക്കെ ഇനിയും സംഭവിക്കാം. ഓക്കെ,
ബട്ട് ചാനലിനെ ബിഗ് ബോസിനെ ഒക്കെ ഭയങ്കരമായിട്ട് ഈ വിഷയത്തിൽ കയറി ഹിറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പോൾ ഏത് മാളത്ത് പോയി വിളിച്ചോ ആവോ. പിന്നെ വെരി പേഴ്സണലാണ്, ലക്ഷ്മിയുടെ ഹസ്ബൻഡ് എന്നെ ഡയറക്റ്റ് ചെയ്തിട്ടൊരു വീഡിയോ. അയാളുടെ ഞാൻ വീണ്ടും പറയുന്നു, മാൻ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടിയെക്കുറിച്ചോ ലൈഫിനെ കുറിച്ചോ കൺസേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ കാര്യങ്ങൾ സെറ്റിലാക്കാൻ നോക്കുക. അല്ലാതെ ഒരു ടൈം കിട്ടുമ്പോഴത്തേക്ക് വന്ന ആളാവാനോ അല്ലെങ്കിൽ അതിലൂടെ എന്തെങ്കിലും ലാഭം ഉണ്ടാവും എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത് നോക്കുന്നതൊക്കെ ഭയങ്കര സെൽഫിഷ് പരിപാടിയാണ്. ഓക്കെ, ഫേക്ക് നന്മമാരെ ആയിക്കോ, ഇത്ര ആവരുത്, പൊളിഞ്ഞു വീഴും. ഓക്കെ.